നമസ്കാരം. രാജ്യത്ത് GST-യിൽ വലിയ പരിഷ്കാരത്തിന് സാധ്യത. ദീപാവലിക്ക് മുൻപ് ഈ അടുത്ത തലമുറ പരിഷ്കാരങ്ങൾ വരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. ഇതുപ്രകാരം സാധാരണ ഉപയോഗ വസ്തുക്കളുടെ നികുതിയിൽ വൻതോതിൽ കുറവ് വരുത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. കൂടുതൽ ചർച്ചകൾക്കായി മന്ത്രിമാരുടെ സംഘത്തിനയച്ച പരിഷ്കാരങ്ങൾക്കായുള്ള രൂപരേഖയും കേന്ദ്രം പുറത്തിറക്കിയിരുന്നു. വരാനിരിക്കുന്ന യോഗത്തിൽ GST കൗൺസിൽ ഇത് പരിഗണിക്കും. ഇത് പ്രകാരം GST-യുടെ 2 സ്ലാബുകൾ മാത്രമേ നിലനിർത്താൻ കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുന്നുള്ളൂ. അതിൽ 5% GST-യും 18% GST-യും ആയിരിക്കുമെന്നും അറിയുന്നുണ്ട്. അതായത് 28%, 12% GST സ്ലാബുകൾ ഇനി ഉണ്ടായിരിക്കുന്നതല്ല. ഈ നിർദ്ദേശം പ്രകാരം 28%-ത്തിലുള്ള 90% ഇനങ്ങളും 18% സ്ലാബിലേക്കും 12% സ്ലാബിലുള്ള 99% ഇനങ്ങളും 5% സ്ലാബിലേക്കും മാറ്റുമെന്ന വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പുകയില, ഗുഡ്ക, സിഗരറ്റ് എന്നിവ ഉൾപ്പെടുന്ന ആഡംബര വസ്തുക്കൾക്ക് 40% പ്രത്യേക നിരക്ക് ബാധകമാകും. 40% വിഭാഗത്തിൽ 5 മുതൽ 7 ഇനങ്ങൾ മാത്രമേ ഉണ്ടാകൂ എന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ റെഫ്രിജറേറ്റർ, എയർ കണ്ടീഷണർ, വാഷിംഗ് മെഷീൻ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കും. കൂടാതെ പുതുക്കിയ പരോക്ഷ നികുതി ഘടനയിൽ പോലും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GST-ക്ക് പുറത്ത് തുടരുന്നതാണ്. നികുതിയുടെ ആകെ ആവൃത്തി നിലവിലെ 88% തുടരും. നിർദ്ദിഷ്ട GST പരിഷ്കരണം ഉപഭോഗത്തിന് വലിയ ഉത്തേജനം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് നിരക്ക് വരുമാന നഷ്ടം നികത്തും. ചെങ്കോട്ടയിൽ നടത്തിയ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി GST പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. 2017 ജൂലൈ 1-ന് GST നടപ്പിലാക്കി. ഇത് 8 വർഷം പൂർത്തിയാക്കി. ഇപ്പോൾ ഈ മാറ്റങ്ങൾ അവലോകനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അവലോകനത്തിനായി ഒരു ഉന്നതാധികാര സമിതി രൂപീകരിച്ചിട്ടുണ്ട് എന്നും സംസ്ഥാനങ്ങളുമായി കൂടിയാലോചനയും നടത്തി സർക്കാർ പുതിയ GST പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് സാധാരണക്കാർക്ക് ഉൽപ്പന്നങ്ങളുടെ നികുതി ഗണ്യമായി കുറയ്ക്കും. നമ്മുടെ MSME-കൾക്ക് വലിയ നേട്ടമുണ്ടാകും. നിത്യോപയോഗ സാധനങ്ങൾ വില കുറഞ്ഞതായി തീരും. ഇത് സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്നും മോദി പറഞ്ഞിരുന്നു. നികുതി നിരക്കുകളുടെ പരിഷ്കരണം താങ്ങാനാകുന്ന വിലകളിലൂടെ ഉപഭോഗം വർദ്ധിപ്പിക്കുകയും ചെയ്യും. സ്റ്റാൻഡേർഡ്, മെറിറ്റ് എന്നീ 2 സ്ലാബുകളുള്ള ലളിതമായ ഒരു വ്യവസ്ഥയിലേക്ക് നീങ്ങാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിൽ ചില ഇനങ്ങൾക്ക് മാത്രം പ്രത്യേക നിരക്കുകൾ നിലനിർത്തും. സാധാരണക്കാർ, സ്ത്രീകൾ, വിദ്യാർത്ഥികൾ, മധ്യവർഗം, കർഷകർ എന്നിവർക്ക് ഇത് ഗുണം ചെയ്യുമെന്നും ധനകാര്യ മന്ത്രാലയം പറഞ്ഞു. രാജ്യത്ത് ബിസിനസ് ചെയ്യുന്നത് എളുപ്പമാക്കുന്നതിലും പരിഷ്കാരങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ചെറുകിട ബിസിനസ്സുകൾക്കും സ്റ്റാർട്ടപ്പുകൾക്കുമുള്ള രജിസ്ട്രേഷൻ പ്രക്രിയകൾ ലളിതമാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. മുൻകൂട്ടി പൂരിപ്പിച്ച റിട്ടേണുകൾ ഉപയോഗിച്ച് മാനുവൽ ഇടപെടലുകൾ കുറയ്ക്കാനും പൊരുത്തക്കേടുകൾ ഇല്ലാതാക്കാനും ശ്രമിക്കുന്നുണ്ട്. കയറ്റുമതിക്കാർക്കും വിപരീത ഡ്യൂട്ടി ഘടനയുള്ളവർക്കും റീഫണ്ടുകളുടെ വേഗതയേറിയ പ്രോസസ്സിംഗ് ഉറപ്പാക്കാനും ഇത് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പരിഷ്കാരങ്ങൾ എത്രയും വേഗം നടപ്പിലാക്കുന്നതിന് സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും കേന്ദ്രം ഉറപ്പു നൽകിയിട്ടുണ്ട്.